എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പ്ലാന്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരം. അലുമിനിയം പ്ലാന്റ് അഥവാ പീലിയ കഡേരി പ്ലാന്റ്. ഈ പ്ലാന്റിന് മനോഹരമായ വേറൊരു പ്ലാന്റ് പേര് കൂടിയുണ്ട്, വാട്ടർമെലൺ പീലിയ പ്ലാന്റ്. ഈ പ്ലാന്റ് നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ വളരെ മനോഹരമായി നമുക്ക് ഇൻഡോർ ആക്കിയും അതേപോലെ പാർഷ്യൽ ഷെയ്ഡിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ചെടി. ചെടികളെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം അവ നമുക്ക് സ്നേഹം തിരിച്ചു നൽകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹായ്, ഞാൻ സിജി നിത്യാസ്. വെൽക്കം ടു മൈ ചാനൽ കൊലിസിൻ കിച്ചൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അലൂമിനിയം പ്ലാന്റ് അഥവാ വാട്ടർമെലൺ പീലിയയെ കുറിച്ചുള്ള കെയറിങ്, പ്രൊപ്പഗേഷൻ എന്നിവയെക്കുറിച്ചൊക്കെ നോക്കാം. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണ്. വളരെ മനോഹരമായ ഈ ചെടി ഒരു പീലിയ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. അലൂമിനിയം കഡേരി എന്നാണ് ഈ പ്ലാന്റിന്റെ ബൊട്ടാണിക്കൽ നെയിം. ഇലകളുടെ ഭംഗി കൊണ്ട് നമ്മുടെ മനസ്സിനെ കീഴടക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ചെടിയാണ് അലൂമിനിയം പ്ലാന്റ്. ഈ ചെടികളുടെ ഇലകൾ ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ ഓവൽ ഷേപ്പിൽ ഉള്ളവയാണ്. ഓവൽ ഷേപ്പിൽ ഉള്ളവയാണെങ്കിലും ഈ ഇലകളുടെ എൻഡ് ഭാഗം പോയിന്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൽ നല്ല ഒരു അലൂമിനിയം പെയിന്റ് സ്പ്ലാഷ് ചെയ്തതുപോലെയാണ് കാണുന്നത്. മാത്രമല്ല ഇതിൻ്റെ പാറ്റേണിൽ ടോപ്പിലായിട്ട് ഒരു 4 പാറ്റേൺ രീതികൾ പ്രൊജക്റ്റ് ചെയ്ത രീതിയിലാണ് കാണുന്നത്. ശരിക്കും ഒരു അലൂമിനിയം പെയിൻറ്റും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ അലൂമിനിയം പ്ലാന്റ് എന്നും വിളിക്കുന്നത്. ഈ ചെടിയെ നല്ല ഗ്രീനറിയോടുകൂടി നല്ല ഭംഗിക്ക് വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് സൺലൈറ്റാണ്. അതായത് ഒരിക്കലും നമ്മൾ ഈ ചെടിയെ നേരിട്ടുള്ള സൺലൈറ്റിൽ വെക്കാൻ പാടില്ല. നേരിട്ടുള്ള സൺലൈറ്റിൽ വെച്ചാൽ ഇതിൻ്റെ ഇലയൊക്കെ ഒരു ബ്രൗൺ നിറത്തിലോട്ട് മാറും. അപ്പോൾ തന്നെ ഈ ചെടിയുടെ ഭംഗിയെല്ലാം പോകും. നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെങ്കിൽ ഈ ചെടിയെ നമ്മളൊരു പാർഷ്യൽ ഷെയ്ഡിൽ വെച്ച് വേണം വളർത്തുവാൻ. നല്ല പ്രകാശം ലഭിക്കുന്ന ഇൻഡോർ ആക്കി നമുക്ക് ചെടി വളർത്തിയെടുക്കാം. കുറഞ്ഞതൊരു 4 മണിക്കൂർ സൺലൈറ്റ് ലഭിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നേരിട്ടുള്ള സൺലൈറ്റ് അല്ല, അല്ലാതെ ഇൻഡയറക്റ്റ് സൺലൈറ്റ്. ഇനി ഈ ചെടിക്ക് നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ടറിംഗ് ആണ്. ഒരുപാട് വെള്ളം ഈ ചെടിക്ക് ആവശ്യമില്ല, എന്നാൽ അത്യാവശ്യം ഈർപ്പവും ഈ ചെടിക്ക് ആവശ്യമാണ്. പോട്ടി മിക്സ് ഡ്രൈ ആയി എന്നുറപ്പ് വന്നതിന് ശേഷം മാത്രം ഈ ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി സപ്പോസ് വെള്ളം കൂടിപ്പോകുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞിച്ച് അല്ലെങ്കിൽ ഇലകളൊക്കെ അകത്തോട്ട് ഒന്ന് ചുരുങ്ങുകയോ അല്ലെങ്കിൽ കേളി ഷേപ്പിലോട്ട് മാറുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിന് വെള്ളം ആവശ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒരുപാട് ഒഴിക്കാതെ കുറച്ചൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് ഈ ചെടിക്ക് ആവശ്യം. അതായത് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചെടിയുടെ പോട്ടി മിക്സിൽ വെള്ളം തങ്ങി നിൽക്കാൻ പറ്റില്ല. നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണും അതോടൊപ്പം നല്ല ലൂസായിട്ടുള്ള മണ്ണും വേണം ഈ ചെടിക്ക് വളരാൻ അത്യാവശ്യം. പിന്നെ ഈ ചെടിയെ നല്ല ബുഷിയാക്കി വളർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ ബ്രാഞ്ചുകൾ വന്ന് നല്ല ബുഷിയായിട്ട് ഈ ചെടി വളർന്നു വരും. ഇനി ഇതിൻ്റെ ചുവട്ടിലെ മണ്ണിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേരുകൾ അധികം കട്ട് ചെയ്ത് പോകാതെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയും നമുക്ക് ഈ ചെടി നല്ല ഹെൽത്തിയാക്കി വളർത്തിയെടുക്കാൻ പറ്റും. ഈ ചെടിയുടെ ഓരോ നോഡുകളിലായിട്ട് കുഞ്ഞു ചെറിയ വെള്ളപ്പൂക്കളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നോക്കുക, ചെറുതായിട്ട് ആ ഓരോ നോഡുകൾ 2 ഇലകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ചെടിയിൽ കാണപ്പെടുന്നത്. ആ 2 ഇലകൾ ചേരുന്ന ഭാഗത്തായിട്ടാണ് ഇങ്ങനെ വെള്ളപ്പൂക്കൾ ഉണ്ടാകാറുള്ളത്. ഇതൊരു ലീഫി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പൂക്കൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ ഓരോ നോഡുകളിലുമായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞ് ബഞ്ചസ് പോലെയുള്ള പൂക്കളാണ് ഈ ചെടിയിൽ ഉണ്ടാകുന്നത്. ഇതുപോലെ വളരെ ചെറിയ പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത്. അതും ഈ ഇലകളുടെ അടിഭാഗത്തായിട്ടൊക്കെയാണ് മിക്കവാറും ഇതിൽ പൂക്കൾ കാണപ്പെടാറുള്ളത്. ഈ ചെടിയുടെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ. ഒരു പണിയുമില്ല. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കട്ട് ചെയ്യുക, പ്രത്യേകിച്ച് വളങ്ങളൊന്നും മിക്സ് ചെയ്യാതെ നമ്മുടെ ഗ്രൗണ്ട് സോയിൽ എടുത്തിട്ട് അതിലോട്ട് ആ ഒരു നോഡ് താഴത്തക്ക രീതിയിൽ കുത്തിവെച്ചാൽ മാത്രം മതി. എന്നിട്ട് ഷെയ്ഡിൽ വെച്ച് കൊടുത്താൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്നും പുതിയ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഈ നോഡിൻ്റെ തൊട്ട് താഴെ വെച്ചാണ് മുറിക്കാൻ പോകുന്നത്. അപ്പോൾ ആ നോഡ് മണ്ണിൽ താഴത്തക്ക രീതിയിൽ വേണം, ഈ നോഡ് മണ്ണിൽ താഴത്തക്ക രീതിയിൽ വേണം നമ്മൾ മണ്ണിലോട്ട് കുത്തിവെച്ച് കൊടുക്കാൻ. ഈ ചെടിക്കുണ്ടാകുന്ന ഒരു പ്രധാന കീടശല്യമാണ് വെള്ളീച്ചയുടെ ആക്രമണം. കണ്ടില്ലേ, ഇതിലിരിക്കുന്നത് ഇതാണ് വെള്ളീച്ച, അതായത് വൈറ്റ് ഫ്ലൈസ്. ഇതേപോലെ മിലി ബഗ്സിൻ്റെയും ഒക്കെ ആക്രമണം ഈ ചെടിക്ക് ഉണ്ടാകാറുണ്ട്.
അതിനായിട്ട് നിംബിസിഡിനോ അല്ലെങ്കിൽ നീം ഓയിൽ എടുത്ത് നമ്മുടെ ഏതെങ്കിലും ലിക്വിഡ് വാഷിൽ കലക്കി അതുമൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ചെടിയെ നമുക്ക് ബുഷിയാക്കി വളർത്തിയെടുക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ കട്ടിങ്സുകൾ എടുത്ത് ഗാർഡൻ സോയിൽ നട്ട് കൊടുത്താൽ മതി. ഈ നോഡിൻസിൻ്റെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്യണമെന്ന് മാത്രം. ആ നോഡ് മണ്ണിൽ താഴ്ന്നിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നോഡിൻ്റെ തൊട്ട് താഴെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്ലെയിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗാർഡൻ സോയിൽ മാത്രമാണ്. ഇതിൽ യാതൊരുവിധ വളങ്ങളും മിക്സ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയോ ഒന്നും തന്നെ മിക്സ് ചെയ്യാതെ വെറുതെ നമ്മുടെ ഗാർഡൻ സോയിൽ മാത്രം എടുത്തിരിക്കുന്നതാണ്. അതിലോട്ട് ഈ നോഡ് താഴത്തൊക്കെ രീതിയിൽ നട്ട് വെച്ച് കൊടുത്ത് വെള്ളം വെച്ച് ഷെയ്ഡിൽ വെച്ച് കൊടുത്താൽ മതി. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ താഴ്ന്നു പോയ നോഡിൽ നിന്നും അതേപോലെ തൊട്ട് മുകളിലത്തെ നോഡിൽ നിന്നുമൊക്കെ പുതിയ ബ്രാഞ്ചസുകൾ സൈഡിലോട്ടൊക്കെ വരും. വളരെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ പുതിയ തൈകൾ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറച്ച് തൈകൾ കാണിച്ചു തരാം. അതിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ തന്നെ നമുക്ക് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരും. ഇതിപ്പോൾ 1 മാസത്തോളമായ ചെടിയാണ്. ഞാൻ 1 മാസം മുന്നേ നട്ടുവെച്ചതാണ്. ഇപ്പം അത്യാവശ്യം പുതിയ ബ്രാഞ്ച് വന്നതൊക്കെ തന്നെ നല്ല വലുതായിട്ടുണ്ട്. ഈ ചെടി നോക്കിയാൽ മനസ്സിലാവും, നല്ല കൊന്ന തെങ്ങ് പോലെ മുകളിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോയാൽ ഈ ചെടി കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്, ശരിക്കുമുള്ള പ്രൂണിങ് വേണം ഈ ചെടി ഭംഗിയാക്കി വളർത്താൻ. ഇതിപ്പോൾ ഞാൻ ഒത്തിരി കട്ടിങ്സ് ഒരുമിച്ച് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് കട്ടിങ്സ് ഒരുമിച്ച് വെക്കുമ്പോൾ ആ പോട്ട് കാണാൻ ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ പ്രോപ്പർ പ്രൂണിങ് ആണ് ഈ ചെടിയെ ഭംഗി കൂട്ടുന്നത്. അതുകൊണ്ട് പ്രോപ്പർ പ്രൂണിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെടിയുടെ ഭംഗി കൂട്ടാമെന്നുള്ളത് ഒരു ട്രിക്കാണ് കേട്ടോ. ഈ ചെടിയുടെ ഫെർട്ടിലൈസേഷനെ കുറിച്ച് പറയാൻ മറന്നുപോയി, സോറി. ഇതൊരു ലീഫി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നൈട്രജൻ കൂടുതലടങ്ങിയ വളമാണ് ഈ ചെടികൾക്ക് നൽകുന്നത് ഏറ്റവും അനുയോജ്യം. അതായത് നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടി മാസത്തിൽ 1 കിലോ മറ്റോ നൽകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പോസ്റ്റ് നൽകാം, അല്ലെങ്കിൽ NPKയിൽ നൈട്രജൻ്റെ അളവ് കൂടുതലായിട്ടുള്ളവയും നൽകാം. മാത്രമല്ല നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന പുളിപ്പിച്ച ഫെർട്ടിലൈസറുകൾ, ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഈ ചെടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മളെക്കൊണ്ട് ഒരാൾ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിക്കുന്നതും നമ്മൾ ഇഷ്ടത്തോടു കൂടി ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ റിസൾട്ട് രണ്ടായിരിക്കും അല്ലേ? എല്ലാവരും ചെടിയും കായും ഒക്കെ നടുകയല്ലേ. അതുകൊണ്ട് ഞാനും നട്ടേക്കാമെന്ന് കരുതി എവിടെന്നെങ്കിലും ഒത്തിരി വിലയൊക്കെ കൊടുത്ത് ചെടിയും കായും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് നട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി ഒരിക്കലും വളരാൻ പോകുന്നില്ല. ഒരു ചെടി വളരണമെങ്കിൽ അതിന് മക്കളെ പോലെ അതിനെ സംരക്ഷിക്കണം, കൂടെ നടന്ന് വെള്ളമൊഴിക്കണം, വളങ്ങൾ നൽകണം. അതുപോലെ സംരക്ഷിച്ച് വന്നാൽ വളരെ നല്ല റിസൾട്ടോടു കൂടി കായ്കളും പൂക്കളും ഒക്കെ ആയിട്ട് അവ നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി ചെടിയെ വളർത്താൻ നോക്കുക. ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.